എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ കുഞ്ഞാപ്പ് ഒരു ചെറിയ യാത്രയിലാണ്. അത് എങ്ങോട്ടാണെന്നല്ലേ? അത് നമ്മുടെ കുഞ്ഞാപ്പ് മുടി വെട്ടാൻ പോകുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. റോഡ് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നതാണ്. ഒരൊറ്റ ഓട്ടം ദേ അപ്പുറത്ത്. നമ്മുടെ റൂമിനടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഷോപ്പ് വരുന്നത്. അപ്പോൾ ബംഗാളി മാമൻ്റെ കട എത്താനായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കുഞ്ഞാപ്പുവിൻ്റെ ബംഗാളി മാമൻ്റെ കട എത്തിയിട്ടുണ്ട്. എപ്പോൾ പോയാലും ഒന്ന് കരയാണ്ട് അവൻ തിരിച്ചിറങ്ങി വരില്ല. കാരണം നമ്മളുടെ സ്റ്റൈലിനായിരിക്കും എപ്പോഴും വെട്ടാറ്. അപ്പോഴൊക്കെ എന്നും കരഞ്ഞ് തിരിച്ചു പോകുമ്പം ബഹളം വെച്ച് പിണങ്ങി ഒറ്റയ്ക്ക് റോഡ് ക്രോസ് ചെയ്തൊക്കെ പോകുന്ന ആൾ ഇന്ന് സ്വന്തമായിട്ടൊരു സ്റ്റൈലും കൊണ്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത്. കൊണ്ടുവന്ന സ്റ്റൈലായിട്ടില്ല. പക്ഷേ നമ്മുടെ കുഞ്ഞാപ്പൂവിന് ഒന്നും പറയാനും വയ്യ, കരയാനും വയ്യാത്ത അവസ്ഥയിലാണ്. ഫ്രണ്ടിൽ മുടി വെട്ടാൻ തീരെ സമ്മതിക്കാറില്ല. മുടിയിൽ അവർ ടച്ച് ചെയ്താൽ അപ്പം കരച്ചിൽ തുടങ്ങും. ഇവനെ കാണുമ്പോൾ ഇവരെല്ലാം ചിരിയാണ്. അങ്ങനെ ഒരു പരുവത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള മട്ടിൽ നിൽക്കുകയാണ്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി ബിരിയാണി ഓർഡർ ചെയ്യാൻ പോവുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ സ്വീറ്റ് ഷോപ്പിൽ കയറി കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങി, കുറച്ച് സ്നാക്സും ഒക്കെ വാങ്ങി. അത് കഴിഞ്ഞ് അപ്പുറത്തെ ഗ്രോസറിയിലും ഒന്ന് കയറി കുറച്ച് സാധനം അവിടെ നിന്നും എടുത്തു. ബിരിയാണി ഓർഡർ ചെയ്തത് എടുത്തിട്ട് വരികയാണ്. എവിടെ പൂച്ചേനെ കണ്ടാലും പട്ടിയുടെ സൗണ്ട് ഉണ്ടാക്കി അതിനെ പേടിപ്പിച്ച് വിടലാണ് അവൻ്റെ പരിപാടി. അടുത്ത പൂച്ച മുന്നിൽ വന്ന് പെട്ടിട്ടുണ്ട്. അതിനെയും പട്ടിയുടെ സൗണ്ട് ഉണ്ടാക്കി ഓടിച്ചു വിട്ടു. അടുത്ത 2 പൂച്ചയെ കൂടി മുന്നിൽ കാണുന്നുണ്ട്. ഒന്നിനെ ഓടിച്ചു വിട്ടു. അടുത്ത ഒരു കറുത്ത പൂച്ചയെ ഓടിക്കാൻ നോക്കി, പക്ഷേ അത് അനങ്ങിയിട്ടില്ല അവിടെ നിന്ന്.
ഒരു രക്ഷയില്ല. ഓടിക്കാൻ നോക്കിയ പക്ഷെ അതവിടെ തന്നെ നിൽക്കുക. കുഞ്ഞാപ്പ് വരണ്ട് ഓടാത്തത് ഭാഗ്യം. ഞാൻ അടുത്തെത്തിയപ്പോൾ അതൊന്ന് മെല്ലെ നീങ്ങി. കണ്ടോ? അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിനടുത്തെത്താറായി.